അങ്ങനെ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന കപടയുക്തിവാദിയുടെ യഥാർത്ഥ ആ ഒരു കപടമുഖം ലോകം തിരിച്ചറിയുകയാണ്. ഇസ്ലാമിക വിമർശനം എന്ന പേരിൽ ഇസ്ലാമിനെ അവഹേളിക്കുന്ന കളിയാക്കുന്നവൻ്റെ തൻ്റെ രൂപം എല്ലാവരും തിരിച്ചറിയുകയാണ്. ഇസ്ലാമിൽ സ്ത്രീകൾക്ക് അവകാശവും സ്വാതന്ത്ര്യവും നൽകുന്നില്ല എന്ന് പറയുന്ന ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നവൻ സ്വന്തം ഉമ്മയോടും ഉപ്പയോടും 2 ഭാര്യമാരോടും പെങ്ങളോടും കാണിച്ചു കൂട്ടിയ ആ ക്രൂരത കേട്ടുകഴിഞ്ഞാൽ ഇവൻ എത്രത്തോളം നീചനാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. സ്വന്തം വീട്ടുകാരെയും കുടുംബക്കാരെയും നോക്കാൻ പോലും ഗതിയില്ലാത്തവനാണ് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങൾക്കെതിരെയും വിമർശനങ്ങൾ ഉന്നയിക്കാൻ വരുന്നത്. ഇവനെ എല്ലാവരും കൂടി ചേർന്നങ്ങ് തലയിൽ വെച്ചിരിക്കുകയാണ്, എന്തോ എല്ലാം കൊണ്ട് തികഞ്ഞവനാണെന്നുള്ള ബോധ്യത്തോടെ. പക്ഷെ അവനെക്കുറിച്ച് അറിയുമ്പോഴാണ് അവൻ എത്രത്തോളം പമ്പര വിട്ടിയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നോക്കിയപ്പോൾ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നവനെതിരെ അവൻ്റെ സ്വന്തം ഉമ്മ തന്നെ ഇപ്പോൾ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ കാര്യങ്ങൾ പുറംലോകത്തെത്തിച്ചത് ഷെഫീന ബീവി എന്ന് പറയുന്ന സഹോദരിയാണ്. ഈ ഷെഫീന ബീവി ആരിഫ് ഹുസൈൻ്റെ വീട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ ആരിഫ് ഹുസൈൻ്റെ ഉമ്മയെ കാണുകയാണ്. ആ സമയത്താണ് ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നവൻ്റെ ഉമ്മ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിത് പറയുന്നത് കേൾക്കുമ്പോൾ ആ ഉമ്മയോട് വല്ലാത്തൊരു സഹതാപം തോന്നുകയാണ്. ആ ഉമ്മ കുറേ കാര്യങ്ങൾ ഇവനെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുകയാണ്. എന്തായാലും നമുക്കതൊന്ന് കേൾക്കാം. മകനെ കാത്തിരിക്കുന്ന ഒരു അമ്മയുടെ അടുത്തേക്ക് പോയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആരിഫിന്റെ മമ്മ. നല്ല കാര്യം. ആ അമ്മയുടെ അടുത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ ജെന്യുവൻ റെസ്പെക്ട്ഫുള്ളി എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നോട് നല്ലത് സംസാരിച്ചു. നല്ല രീതിയിൽ നല്ല പെരുമാറ്റം, ഡീസന്റ് ഫാമിലി, തർക്കമേ ഇല്ല. എങ്ങനെ അവിടെ ഇങ്ങനെ ഒരു സാത്താന്റെ സന്തതി വന്നു പിറന്നു എന്നുള്ളതാണ് എന്റെ കൺഫ്യൂഷൻ. പ്രായമൊക്കെയായ ഒരു കുട്ടി വളർന്ന ശേഷം അവൻ എന്ത് ചെയ്തതിന് ഉത്തരവാദി നമ്മളാണോ? എന്നെ എന്തിനാ വഴക്ക് പറയണേ? മകൾ മനസ്സിലായിട്ടില്ല. പ്രഥമ അധ്യാപികയാണ് കേട്ടോ. പുള്ളിക്കാരത്തി സ്കൂളിലെ ടീച്ചറായിരുന്നു. ഹെഡ് മിസ്ട്രസ് ആയിട്ട് പുള്ളി അതിന് പെൻഷൻ വാങ്ങിക്കുന്ന ആളാണ്. പിൻസ് റിട്ടയർ ആയിട്ട് വാപ്പ ഡോക്ടറാണ്. നല്ല ഫാമിലി. മകൾ എഞ്ചിനീയറിംഗ് പഠിച്ച കുട്ടിയാണ്. വീട്ടുജോലിയാണ്. ഇപ്പം പുറത്തൊന്നും ജോലിക്ക് പോകുന്നില്ല. എന്റെ ഒരു സംശയം, മിക്കവാറും ആരിഫ് ഹുസൈൻ എപ്പോഴും ഇരുന്നുകൊണ്ട് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കാറി കൂവി നിലവിളിക്കുന്നുണ്ട്. അയാൾ 2 വിവാഹം കഴിച്ചു. ഇത് ഉമ്മ പറഞ്ഞുള്ള അറിവാണ്. 3 മക്കളുമാണ്. അതിൽ 2 പെൺകുട്ടികളുണ്ട്. സ്ത്രീ സ്വാതന്ത്ര്യം ഒക്കെ പറഞ്ഞുകൊണ്ട് കാറി പോകുന്ന ആരിഫ് ഹുസൈന് സ്വന്തം പെൺമക്കളുടെ സ്വാതന്ത്ര്യമോ വിദ്യാഭ്യാസമോ അവർക്ക് വേണ്ടിയിട്ട് 10 രൂപ ഫീസ് കൊടുക്കാനോ ആഹാരത്തിന് എന്തെങ്കിലും മാർഗം കാണാനോ തോന്നുന്നത് എന്തുകൊണ്ടെന്ന് മനസ്സിലാവുന്നില്ല. കണ്ടില്ലേ, ഇതാണ് ഇവന്റെ യഥാർത്ഥ തന്നുരൂപം. ഇവന്റെ ഉമ്മയ്ക്കൊക്കെ നല്ല വിദ്യാഭ്യാസവും ജോലിയുമുള്ള ഒരു സ്ത്രീയാണ്. അവർ ഒരു സ്കൂളിലെ ഹെഡ് മിസ്ട്രസും അതോടൊപ്പം വലിയ പ്രധാന അധ്യാപികയും ഒക്കെയായിരുന്നു. അത് മുമ്പ് ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നവൻ തന്നെ അതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മയ്ക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്. ഇവന്റെ വാപ്പ ഡോക്ടറാണെന്നും പറയുന്നു. പിന്നെ 2 ഭാര്യമാരുണ്ട്. ഒന്നല്ല 2 ഭാര്യമാർ. അതിൽ മൊത്തം 3 മക്കൾ. ആ 3 മക്കളിൽ 2 പെൺകുട്ടികളാണ്. ഇങ്ങനെ തൻ്റെ സ്വന്തം ഭാര്യമാരെയും എല്ലാം വിട്ടെറിഞ്ഞ് സ്വന്തം മക്കളെ പോലും നോക്കാതെ, അവർക്ക് ചെലവിന് പോലും കൊടുക്കാതെ, പ്രായമായ അതും രോഗിയായ തൻ്റെ സ്വന്തം ഉമ്മയും ഉപ്പയും പോലും നോക്കാതെ നടക്കുന്ന ഈ നികൃഷ്ട ജീവിയാണ് ഇസ്ലാമിൻ്റെ പേരിൽ പരിഹാസങ്ങളും കളിയാക്കലുകളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവനാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചും വാതോരാതെ സംസാരിക്കുന്നത്. ഇവന്റെ വാക്കുകളും കേട്ട് ഇവനെ പൊക്കിപ്പിടിച്ച് നടക്കുന്നവന്മാരുടെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് വല്ലാത്ത കോമഡിയായി തോന്നുന്നത്. ഇനി അടുത്ത കാര്യം കൂടി കേൾക്കാം. ഉമ്മയുടെ ഒരു പകപ്പൊക്കെ നമുക്ക് മനസ്സിലാവും. എന്നെ മോശം പറഞ്ഞ എന്തിന് എന്നുള്ള ചോദ്യം എനിക്ക് മനസ്സിലാവും. തിരിച്ച് ഞാനൊരു ചോദ്യം ഉമ്മയോട് ചോദിക്കാൻ ആഗ്രഹിക്കും. അവിടെ ഇരുന്ന് ചോദിച്ച തെറ്റ് നമ്മൾ, അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇരുന്ന് ചോദിക്കുന്നത്. എന്റെ ഒരു ചോദ്യം, എനിക്കറിയാം നിങ്ങൾ എന്നെ കാണുന്നത്. എന്റെ ചോദ്യമാണ്, നിങ്ങളുടെ മകൻ പറഞ്ഞു ഇസ്ലാമിൽ മാതൃഭോഗമുണ്ട്. ഒന്നുകിൽ അവർ അത് നിങ്ങൾക്കൊപ്പം എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അവൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കണക്ക് ഞങ്ങൾ, എന്റെ സഹോദരങ്ങൾ എന്റെ ഉമ്മായിക്കൊപ്പം അങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഞാനും എന്റെ മകനും തമ്മിൽ അങ്ങനെ ആയിരിക്കണം. ഞങ്ങൾക്കൊന്നും അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ തിരിച്ച് ഞങ്ങൾ എങ്ങനെയാണ് അതിനെ റിയാക്ട് ചെയ്യുന്നത്? ടീച്ചറൊക്കെ ആണല്ലോ, ഒന്ന് ആലോചിച്ച് എനിക്കൊരു മറുപടി തന്നാൽ മതിയാകും. നിങ്ങൾ തന്നെ പറയാം, അതിനെ ഞങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യണം? ഞങ്ങളുടെ അനുഭവത്തിൽ ഉമ്മായി അങ്ങനെ ചിന്തിക്കുന്നത് പോലും തെറ്റാണ്. അങ്ങനെ ചിന്തിക്കുന്നത് പോലും പറ്റില്ല. അമ്മാതിരിയുള്ള ഇടത്ത് അമ്മയെ പ്രാപിക്കുന്നത് തെറ്റില്ല എന്നൊരു സുഹൃത്ത് ഓതിക്കൊണ്ട് ഉമ്മ പറയുമ്പോൾ ഈ ഉമ്മ തന്നെ എന്നോട് പറയുന്ന മകൻ അതിലൊന്നും വലിയ നോളജ് ഇല്ല, വലിയ പഠിത്തമൊന്നുമില്ല എന്നുള്ളത്. പിന്നെ ഇയാൾ സൂചിപ്പിച്ച ഒരു കാര്യം, പല ഇന്റർവ്യൂകളിലും ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നതാണ് എന്റെ പെണ്ണിന്റെ വീട്ടുകാർ കുഴപ്പം. അതുകൊണ്ടാണ് നിങ്ങളുടെ അറിവിലേക്ക് ആ സ്ത്രീയും കുട്ടികളും ഇയാളെ കാത്തിരിക്കുകയാണ്. ഇയാൾ വിവാഹമോചനം കൊടുക്കുകയോ അവൾ ഫസഖ് പറയുകയോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ആദ്യത്തെ കെട്ട് വേർപിരിയാനുള്ള കാരണം, ഒരു പെൺകുട്ടി ഉണ്ടതിൽ, അത് വേർപിരിയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വത്ത് പ്രശ്നം, പണപ്രശ്നം. അവളുടെ ജുവൽസും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഇവൻ നന്നായിട്ട് ദൂർത്തടിച്ച് അർമ്മതിച്ച് കളഞ്ഞു. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ അത് കേസ് കൊടുത്തു. ആ പൈസ ഈ ഉമ്മാക്ക് കൊടുക്കേണ്ടി വന്നു. അപ്പൊ ഇതാണ് പുള്ളിയുടെ ലൈഫിലുള്ള ഒരു ട്രാജഡി. അവള് കളഞ്ഞിട്ട് പോയി. ദൂരത്തിന് ആർഭാടത്തിന് വേണ്ടിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഡോക്ടറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വിവാഹം കഴിച്ചു വരുന്നത്. ജോലിക്കും കൂലിക്കും പോകാതെ ഇങ്ങനെ ദൂർത്തടിച്ച് കളയുന്ന ഒരുത്തരോട് എത്ര കാലം ജീവിക്കാൻ പറ്റും? സ്വാഭാവികമായിട്ട് ആ പെണ്ണ് അതിനുള്ള മറുപടി കൊടുത്തു. അവളെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവളെ വാട്ടിന് പോകുകയും ചെയ്തു. ഇവൻ ചെലവിന് കൊടുക്കുന്നില്ല, നോക്കുന്നുമില്ല, ഒന്നുമില്ല. രണ്ടാമത് പെട്ടെന്ന് തന്നെ മറ്റൊരു വിവാഹം കഴിച്ചു. പ്രണയ വിവാഹമായിരുന്നു ആദ്യത്തെ എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. രണ്ടാമത്തെ വിവാഹം, 2 കുട്ടികൾ, അവർക്കും ചെലവിന് കൊടുക്കുന്നില്ല. ഇരുന്നുകൊണ്ട് പൊതുസമൂഹത്തിനെ അങ്ങ് നന്നാക്കാൻ വന്നിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ജോലിക്കും കൂലിക്കും പോകാൻ വയ്യ. ഏതോ എവിടെന്നോ എന്തോ ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് എടുത്ത്
ഡോക്ടറാണെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ഭാര്യ വിവാഹം കഴിക്കുന്നു. എന്നിട്ട് ജോലിക്കും കൂലിക്കും പോകാതെ ആ സഹോദരിയുടെ സ്വർണ്ണങ്ങളും മറ്റുമൊക്കെ എടുത്ത് ദൂരത്തടിച്ച് ജീവിക്കുകയാണ് ഇവൻ്റെ പ്രധാന പദ്ധതി. എന്നിട്ട് പിന്നീട് അവസാനം പ്രശ്നങ്ങളായതിനെ തുടർന്ന് ഇവൻ ആ സഹോദരിയെ ഇട്ടെറിഞ്ഞുകൊണ്ട് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നു. ആ പെണ്ണിനെ വിട്ടെറിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും ഏതോ മറ്റൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെയാണ് പറഞ്ഞറിയിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവൻ്റെ സ്ഥിരം പരിപാടി. അയാൾ കുടുംബത്തിൽ എന്താണ് ഉമ്മായും വാപ്പായും നരകയാതനയിലാണുള്ളത്. സ്ട്രോക്ക് വന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ വാപ്പ. അവിടെ ഇരിപ്പുണ്ട്. വല്ലാത്തൊരു വിഷമത്തിലാണ് ഇരിക്കുന്നത്. എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ചെയ്യാമെന്നുള്ള രീതിയിൽ മകനെ തിരിച്ചു കിട്ടണം. മകനാണെങ്കിൽ സംഘികളുടെ കൂടെ ചേർന്നിട്ട് കാണിക്കുന്ന കോപ്പറായത്തിൽ ഒരു കുറവുമില്ല. സത്യം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ആ ഉപ്പയുടെ ഉമ്മയുടെ അവസ്ഥ. അവർ പ്രസവിച്ചതൊരു പിശാചിനെയാണെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല. സ്ട്രോക്ക് വന്ന് കിടക്കുന്ന ആ ഉപ്പയും പ്രായമായ ഒരു ഉമ്മയും പോലും നോക്കാത്ത ഈ നികൃഷ്ട ജീവിയൊക്കെയാണ് സമൂഹത്തിന് മുന്നിൽ നല്ലവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നെളിഞ്ഞിങ്ങനെ നടക്കുന്നത്. ഏതായാലും ബാക്കി കൂടി കേൾക്കാം. എഡ്യൂക്കേഷൻ ഇസ്ലാമിൽ കൊടുക്കുന്നില്ല, പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നിടത്ത് ഇവന്റെ ഉമ്മായും പഠിച്ചതാണ്, പെങ്ങളും പഠിച്ചതാണ്, ഇവന്റെ 2 പെണ്ണുങ്ങളും പഠിച്ചതാണ്. എല്ലാം എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ ഇവൻ എന്തിനാണ് ഈ നുണ പറയുന്നത്? സ്വന്തം കുടുംബത്തിലോ ഒന്നും ഇങ്ങനെ ഒരു പ്രശ്നമില്ല, എന്റെ കുടുംബത്തിൽ ഞങ്ങളൊക്കെ എഡ്യൂക്കേറ്റഡ് ആണ്, എവിടെയാണ് സ്ത്രീകൾക്ക് പഠനം കൊടുക്കാത്തതെന്ന് പറഞ്ഞ് നുണയല്ലേ ഈ പ്രചരിപ്പിക്കുന്നത്? നോക്കൊരുവർ പറയുന്നത് എത്ര സത്യമാണ്. അവൻ്റെ ഉമ്മ പഠിച്ചതാണ്, അവൻ്റെ 2 ഭാര്യമാരും പഠിച്ചതാണ്, അവൻ്റെ സഹോദരിയും എന്തോ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചതെന്നൊക്കെ പറയപ്പെടുന്നു. അങ്ങനെ ആ കുടുംബത്തിലെ മുഴുവനും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫാമിലിയാണ്. എന്നിട്ടാണ് ഇസ്ലാം സ്ത്രീകൾക്ക് അവകാശവും സ്വാതന്ത്ര്യവും കൊടുക്കുന്നില്ല എന്നിങ്ങനെ പച്ച നുണ ഇങ്ങനെ ചാനലിരുന്നുകൊണ്ട് വിളിച്ചു പറയുന്നത്. സംഘപരിവാറിന് വേണ്ടി പണിയെടുക്കുകയാണ്. ഇസ്ലാമിക വിരോധം പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ നല്ല കാശ് കിട്ടുമെന്ന് ആ മന്ദബുദ്ധിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. എന്തായാലും ഇനി ബാക്കി കൂടി കേൾക്കാം. ഞാൻ ഒരുപാട് കുട്ടികളെ നന്നാക്കി, എനിക്ക് എന്റെ മകനെ നന്നാക്കാൻ കഴിയാതെ പോയി. അപ്പൊ ആ ബോധമുണ്ട്, ആകെ മൊത്തം എല്ലാം മനസ്സിലാകുന്നുണ്ട്. പക്ഷെ നിസ്സഹായ അവസ്ഥ അത് നമുക്ക് മനസ്സിലാകും. ആ മകൻ നിരന്തരം വരികയും പൈസ വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇപ്പൊ വരുന്നില്ല കുറച്ച് നാളായിട്ട്, കാരണം ഇപ്പൊ പൈസ ഉണ്ട് അവന്റെ കയ്യിൽ. കാരണം ഇതുവരെയും അവൻ ഒരു പ്രത്യേക യുക്തിവാദോ ഭക്തിവാദോ ജോലി ചെയ്യാൻ വയ്യാത്ത കുട്ടികളൊക്കെ കാണിച്ചുകൊണ്ടിരുന്നിടത്ത് സംഘികൾ അവനെ ഏറ്റെടുത്തു, സംഘികൾ ഫണ്ട് കൊടുക്കുന്നു, ആ ഫണ്ടിന്റെ അടിസ്ഥാനത്തിൽ അവൻ കിടന്നടിക്കുന്നു. അപ്പോഴും ലിയാഖത്ത് അലിയും ജബ്ബാർ മാഷും കൊണ്ടുപോയി എന്റെ പോലെ ചീത്തയാക്കിയെന്നാണ് ഉമ്മ പറയുന്നത്. അതായത് ഒരു ജോലിക്കും കൂലിക്കും പോകില്ല, ഉമ്മയുടെ വാപ്പയുടെ അടുത്ത് വന്നുകൊണ്ടാണ് ഇവൻ കാശ് വാങ്ങുന്നത്. എന്നാൽ ഇപ്പോഴോ വീട്ടിലേക്ക് വരുന്നു പോലുമില്ല എന്നാണ്. ആ പ്രായമുള്ള ഉപ്പയും ഉമ്മയും പോലും ഒന്ന് നേരെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നാണ്. സഹായത്തിനായി ഒരാളെ പോലും വെച്ചിട്ടില്ല എന്നാണ്. കാരണം അവൻ്റെ കയ്യിൽ ഇപ്പോൾ നല്ല കാശ് കിട്ടുന്നുണ്ട്. സംഘപരിവാറിൻ്റെ കയ്യിൽ നിന്നും യൂട്യൂബിൽ നിന്നുമൊക്കെ നല്ല കാശ് കിട്ടുന്നത് കൊണ്ട് ഇപ്പോൾ ആ വൃദ്ധരായ ആ പാവപ്പെട്ട രോഗിയായ ഉമ്മയും ഉപ്പയും പോലും ആ നരാധവൻ തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നുള്ളതാണ്. ഇതോടൊപ്പം ആ ഉമ്മ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. എല്ലായ്പ്പോഴും കൂട്ടത്തിൽ ഒരുത്തനെ വഴിതെറ്റിക്കാൻ മറ്റൊരുത്തനെ എവിടെയും കാണാറുണ്ട്. തൻ്റെ മകനെ വഴികേടിലാക്കിയത്, അവനെ വഴിതെറ്റിച്ചത് ലിയാഖത്ത് അലിയും ജബ്ബാർ എന്ന് പറയുന്ന മാഷുമാണത്രേ. ഏതായാലും ഇനി അടുത്ത കാര്യം കൂടി കേൾക്കാം. ഉമ്മായും വാപ്പായും സുഖമില്ലാതെ വീട്ടിലിരിക്കുകയാണ്. 8 ലക്ഷം രൂപയുള്ള ഇവന്റെ കടം വീട്ടിയതാണ് ഉമ്മ. അവർക്ക് ശ്വസിക്കാൻ ശ്വാസകോശത്തിലേക്ക് പ്രശ്നം ഉണ്ടായിട്ട് അവരൊരു ഓക്സിജൻ ട്യൂബ് വെച്ച് ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ കണ്ടത്. പാപ്പായും നടക്കാൻ പോലും പരസഹായം വേണമെന്നൊരു അവസ്ഥയിലാണ്. അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ അമ്മയും അച്ഛനും ഉള്ളപ്പോൾ ഒരു സപ്പോർട്ടർ പോലെ അവിടെ നിർത്താതെ, ഒരു രീതിയിൽ സഹായം കൊടുക്കാതെ, അമ്മയും അച്ഛനെയും നോക്കാതെ പൊതുസമൂഹം നന്നാക്കാൻ ഇറങ്ങിയാളെ നവോത്ഥാന നായകനാണ്. കാരണം അവൻ തന്നെ അവനാൽ ബാധിക്കപ്പെട്ട എത്ര പെണ്ണുങ്ങൾ അവിടെ വീട്ടിലുണ്ടെന്ന് അറിയുമോ? അവന്റെ ഭാര്യമാർ 2 പേര്, അവന്റെ 2 പെൺമക്കൾ, അവന്റെ സഹോദരിക്ക് 2 പെൺമക്കൾ, അവന്റെ ഉമ്മ തുടങ്ങി ആ വീട്ടിൽ തന്നെ എത്ര 10ഓളം പെണ്ണുങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇവനെ കാരണം നാണക്കേടും ബുദ്ധിമുട്ട്. ഇവനെ കൊണ്ടുള്ള ടോർച്ചർ അവർ തന്നെ അനുഭവിക്കുന്നുണ്ട്. അതിനാദ്യം ഒരു പ്രതിനിധി ഉണ്ടാക്കട്ടെ. 10ഓളം വരുന്ന അവന്റെ കുടുംബത്തിലുള്ള പെണ്ണുങ്ങൾക്ക് പിന്നെ ഒരു സമാധാനം സ്വത്തനെയും കൊടുക്കാൻ പറ്റാത്തവനാണ് പൊതുസമൂഹത്തിൽ ഇറങ്ങി വന്നിരുന്നുകൊണ്ട് നാട്ടുകാർക്ക് സമാധാനം ഉണ്ടാക്കാൻ വരുന്നത്. കേട്ടില്ലേ? ഇതാണ് ഇവന്റെ തനിരൂപം. ഇവൻ പറയുന്ന പൊട്ടത്തരങ്ങളും നുണകളും കേട്ട് ഇപ്പോഴും അവനെ സപ്പോർട്ട് ചെയ്യുന്നവന്മാരെ വിഡ്ഢികളെന്നല്ല, പമ്പര വിഡ്ഢികൾ, മടയന്മാർ, വണ്ടന്മാർ എന്നാണ് വിളിക്കേണ്ടത്. ഏതായാലും ഇത്തരം കാര്യങ്ങൾ പുറം ലോകത്തെത്തിച്ച ഷെഫീന ബീവിയെ പ്രശംസിക്കാതിരിക്കാൻ കഴിയില്ല. ഇത്തരം കാര്യങ്ങൾക്ക് അവരെടുക്കുന്ന ഈ എഫേർട്ട് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം വളരെയധികം നിർഭയത്തോടുകൂടി, ആരെയും ഭയക്കാതെ, നട്ടലോടുകൂടി ഈ മടയിൽ ചെന്ന് കയറി കളിക്കുക എന്ന് പറയാറില്ലേ, അതുപോലെ ഓരോ ഇസ്ലാമിക വിരോധികളുടെയും മടയിൽ ചെന്ന് കയറി അവരുടെ വീടും കുടുംബവും അടക്കം സകല തെളിവുകളും നിരത്തിക്കൊണ്ടാണ് അവർ ഇത്തരം ഇസ്ലാമിക വിരോധികളുടെ കപടമുഖം ലോകത്തെത്തിക്കുന്നത്. അവരൊരു കാലിന് സ്വാധീനമില്ലാത്ത ഒരു സഹോദരി കൂടിയാണ്. എന്നിട്ടുമാണ് അവർ ഇത്തരത്തിൽ ഒരുപാട് ദൂരം യാത്രയൊക്കെ ചെയ്ത് എഫേർട്ട് എടുത്ത് ഇതുപോലെയുള്ള ഇസ്ലാമിക വിരോധികളെ അവർ വലിച്ചു കയറുന്നത്. ഇതിനു മുമ്പ് അവർ ആദ്യം ജാമിദ എന്ന് പറയുന്ന ഇസ്ലാമിക വിരോധിയുടെ ആ യഥാർത്ഥ തനുരൂപം പുറം ലോകത്തെത്തിച്ചു. അവർ പഠിച്ചിരുന്ന സ്ഥാപനങ്ങൾ, വീടുകൾ, ജാമിദയുടെ ഭർത്താക്കന്മാർ, അങ്ങനെ സകല കാര്യങ്ങളും പുറത്തെത്തിക്കുകയും അങ്ങനെ ജാമിദ എന്ന് പറയുന്ന ഇസ്ലാമിക വിരോധിയുടെ സകല കാര്യങ്ങളും അവർ പുറത്തെത്തിച്ചു. ഇപ്പോൾ അടുത്ത് ഉന്നം വെച്ചിരിക്കുന്നത് ആരിഫ് ഹുസൈനാണ്. ഇനി ഓരോ കാര്യങ്ങളും കണ്ടറിയാം. അതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കേണ്ടതുണ്ട്. ഈ ഷെഫീന എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പലരും താഴെ കമൻ്റ് ഇടുന്നതായി കാണാം. അവരും മുമ്പ്
നബിതങ്ങളെയും ഇസ്ലാമിനെയും ഒക്കെ വിമർശിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു എന്നുള്ളത്. നോക്കിതിന് മുമ്പ് അവർ ഇസ്ലാമിനെ കളിയാക്കുകയോ അല്ലെങ്കിൽ നബിതങ്ങളെ പരിഹസിക്കുകയോ ചെയ്തിട്ടുണ്ടാകാം, ഇല്ലാതെയാകാം. പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കുക, ഒരുപാട് ഇസ്ലാമിക വിരോധികൾ, അള്ളാഹുവിൻ്റെ പ്രവാചകനെ കളിയാക്കിയവർ, ലോക മുസ്ലിമീങ്ങളെ തീവ്രവാദികളെന്ന് വിളിച്ചവർ, ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവർ, അങ്ങനെ ഒരുപാട് കൊടും ക്രൂരതകൾ ചെയ്തു കൂട്ടിയവർ പോലും ഹിദായത്ത് ലഭിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. നിരീശ്വരവാദികളായ യുക്തിവാദികളായ ആളുകൾ പോലും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവർ ചെയ്തു പോയത് തെറ്റാണെന്ന് മനസ്സിലാക്കി അവർ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ കടന്നു വരുന്നവരെ അകറ്റി നിർത്തുകയല്ല വേണ്ടത്, അവരെ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത്. അതാണ് പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിൻ്റെ സമീപനം. നമുക്കറിയാം, അയ്യൂബ് മൗലവി എന്ന് പറയുന്ന യുക്തിവാദിയായ മനുഷ്യൻ, അദ്ദേഹം പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അർണോൾഡ് വാൻഡൂൺ എന്ന് പറയുന്ന ഒരു മനുഷ്യനെക്കുറിച്ച്, അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ടതില്ല. ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോകളിലൂടെ പ്രതിപാദിച്ചു പോകുന്നൊരു വ്യക്തിയാണ്. കടുത്ത പ്രവാചക വിരോധിയായിരുന്നു. ആ കടുത്ത പ്രവാചക വിരോധം തലയ്ക്ക് പിടിച്ച് ഫിത്ന എന്ന് പറയുന്ന ഒരു സിനിമ പോലും ആ മനുഷ്യൻ നിർമ്മിച്ചു. അവസാനം അദ്ദേഹം ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുകയും നബിതങ്ങൾ അന്തിയുറങ്ങുന്ന റൗള ഷെരീഫിൻ്റെ അടുക്കൽ തല കുനിച്ച് നിന്നുകൊണ്ട് നബിതങ്ങളുടെ മാപ്പ് ചോദിച്ച് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന മനോഹരമായ കാഴ്ചയാണ് ലോകം കണ്ടത്. എന്തിനേറെ സന്ദീപ് വാര്യർ, അദ്ദേഹം BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിരുന്നപ്പോൾ നിരന്തരമായി ഇസ്ലാമിനെ അവഹേളിക്കുകയും വർഗീയതയും ഒക്കെ പറഞ്ഞിരുന്നൊരു വ്യക്തിയായിരുന്നു. പിന്നീട് അതിനെല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് ഇപ്പോൾ എല്ലാ മതസ്ഥരെയും സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് മതസൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പ്രതിപാദിച്ച് അവരെ വീണ്ടും മാറ്റി നിർത്തേണ്ട ആവശ്യകതയില്ല. അവരെ ചേർത്ത് പിടിക്കുക.